ഹോട്ടൽ ആക്രമണം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാക്കൾ കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും അതേ ഹോട്ടലിലെത്തി ആ പരാക്രമം തുടരുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പ്രതികരണം കൂടി വരുന്നു അതിലേക്ക്. ഹോട്ടലിന്റെ ഗേറ്റൊക്കെ അടച്ച് അകത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 25ഓളം ആളുകൾ മാരകായുധങ്ങളുമായി വന്ന്, വടികൾ ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ട്, മാരകായുധങ്ങളുമായി വന്ന് ഗേറ്റ് ചവിട്ടി തുറക്കുകയും ഇവിടെ നിർത്തിയിടുന്ന സർവീസിന് പോകുന്ന വണ്ടികൾ വരെ തല്ലിപ്പൊളിക്കുകയും അകത്ത് കയറി ബാത്റൂമിന്റെ ഡോറുകൾ ഉൾപ്പെടെ തല്ലിപ്പൊളിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകളെ മർദ്ദിക്കുകയും അതിലൊരാൾക്ക് മൂക്കിന് മാരകമായ വടികൊണ്ട് മുറിവേറ്റിട്ടുണ്ട്. അരുൺ പാറക്കൽ കാസർഗോഡും ചെയ്തു. അരുൺ, ഒരു തവണ വന്നു, പ്രശ്നമുണ്ടാക്കിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു, വീണ്ടും അതേ സ്ഥലത്തെത്തി സമാനമായ അതേ രീതിയിൽ തന്നെ പരാക്രമം നടത്തിയിരിക്കുന്നു. ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. സുഹേലെ, പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണം, ഈ സംഭവങ്ങൾക്കൊക്കെ ആധാരമായ ഒരു കാരണമുണ്ടാവുന്നത്. 4 യുവാക്കൾ ഈ ഹോട്ടലിലേക്ക് എത്തുന്നു. തൃക്കരിപ്പൂർ ടൗണിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പോഗോ ഹോട്ടലിലേക്ക് എത്തുന്നു. അവിടുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ആ ഭക്ഷണം വൈകിയെന്ന് ആരോപിച്ച ആദ്യം ഈ യുവാക്കൾ ഹോട്ടലിൽ അക്രമം നടത്തുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഈ ഹോട്ടൽ ഉടമ ചന്ദേര പോലീസിൽ വിവരം അറിയിച്ചു. ചന്ദേര പോലീസ് 4 യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ 4 യുവാക്കളും 25ഓളം ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഹോട്ടൽ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും ഹോട്ടലിന്റെ ചില്ലുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ ഹോട്ടൽ ഉടമ